നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ അമേരിക്കയിലുണ്ട്? 1987 മുതൽ ഞങ്ങൾ അമേരിക്കയിലാണ്. ഇത്രയും വർഷം 38 വർഷക്കാലം അമേരിക്കയിലാണ്. 1984 എൻ്റെ മൂത്ത ബ്രദർ ടെക്സാസിലുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പോൾ ജീവിതത്തിൽ നമ്മളുടെ ആയുസ്സിന് ഒരു പ്രാധാന്യവുമില്ല. എപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നമുക്കറിയാനൊക്കത്തില്ല. അപ്പോൾ 87 ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് മണി ഉണ്ടാക്കുക എന്നുള്ളൊരു മാത്രം ചിന്തയല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾക്ക് എങ്ങനെ മറ്റുള്ളവരെ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു താല്പര്യമാണ് ഈ രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് 2000 എൻ്റെ വേറൊരു ബ്രദർ മരിച്ചു. അപ്പം ആ ബ്രദറിനെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ആ ബ്രദർ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ എൻ്റെ ആ ചിന്താഗതി കൂടുതൽ ഒരു ദൃഢനിശ്ചയമാക്കി. നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നതിലല്ല അർത്ഥം, നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിലാണ് അർത്ഥമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കുവാനും, സ്കൂൾ എഡ്യൂക്കേഷൻ വേണ്ടിയവർക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാനും, ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ചികിത്സ നൽകാനുമായിട്ട്, അതുപോലെ ആവശ്യങ്ങളിരിക്കുന്നവർക്ക് എന്ത് സാഹചര്യമാണെന്ന് പറഞ്ഞാലും അവർക്കൊരു സഹായം ചെയ്യാനായിട്ടും, അങ്ങനെ അതിൽ നിന്ന് എനിക്കൊരു ഉത്തേജനം ലഭിച്ച് അതിൽ ഇപ്പോഴും തുടർന്നു വരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ മകൻ്റെ കല്യാണ സമയത്ത് 12 പേർക്ക് വിവാഹത്തിനുള്ള സഹായം തിരുവല്ല വെച്ച് തന്നെ നടത്തി കൊടുത്തു. അവർ ഇപ്പോഴും എനിക്ക് കോണ്ടാക്റ്റ് കുറച്ച് പേരുമായിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ 12 പേർക്ക് ആദ്യം എൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു, എനിക്ക് എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ സാധിച്ചല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർ അതിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകണം. ആ ഒരു ഉദ്ദേശത്തിൽ, ആ ഒരു ഉത്തേജനത്തിൽ നിന്നും 12 പേർക്ക് അന്ന് വിവാഹ സഹായം ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ മകൻ്റെ കല്യാണ സമയത്ത് ഞാൻ വീണ്ടും ഒരു പ്രതിജ്ഞ എടുത്തു. ആ മകൻ കെട്ടുന്ന സമയത്ത് അവരുടെ കുടുംബജീവിതം ആരംഭിക്കാൻ പോകുമ്പോൾ വേറൊരു കുടുംബം കൂടെ, ഭവനമില്ലാത്ത ഒരു കുടുംബം അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് ആ മകൻ്റെ കല്യാണ സമയത്ത് ഒരു വീട് വാടക വീട്ടിൽ താമസിച്ചിരുന്ന, ആയുഷ്കാലം മുഴുവൻ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യന് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ജേക്കബ് കോശി ഉണ്ടായിരുന്നു. ആ ജേക്കബ് കോശി എന്നോട് പറഞ്ഞു, ഇന്ന ഒരു ദേശത്ത് ഒരു പാർട്ടിക്ക് നല്ല മിടുക്കരായ 2 മക്കളുള്ള ഒരു വീട്, ചോർന്നൊലിച്ച് മഴവെള്ളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണം. നാഷണൽ അവാർഡും ഒക്കെ ലഭിച്ച പാർട്ടികളാണ്, പക്ഷെങ്കിൽ പഠിക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. അവരുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും ഇതുപോലെ ജേക്കബ് കോശിയാണ് എന്നെ ഇതിന് മീഡിയേറ്ററായിട്ട് നിർത്തുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ഒരു തീരുമാനമെടുത്തു. വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വസ്തുക്കളുണ്ട്, 5 സെൻറ്റ് കുറഞ്ഞ വസ്തു ഉണ്ട് എങ്കിൽ നമുക്ക് വാടക വീട്ടിൽ ഒത്തിരി ആൾ താമസിക്കുന്ന ഒരു പാർട്ടികൾക്ക് ഒരു ആശ്രയം കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ഇതുവരെയും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. 6 വീട് വരെ പൂർത്തീകരിച്ചു. പല വീടുകളും മെയിൻ്റനൻസ് ചെയ്യാൻ കഴിവില്ലാത്തവരുടെ വീടുകളും മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തു. പിന്നെ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇവയ്ക്കെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂൾ സപ്ലൈസ് അതും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഇതിൻ്റെ പലവിധ കാര്യങ്ങളിലാണ് ശ്രദ്ധ ഇരിക്കുന്നത്. ഇങ്ങനെ നാട്ടിലിങ്ങനെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എക്കോ എന്ന് പറയുന്നൊരു സംഘടന ഞാനുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനും അതിൻ്റെ ഒരു ഭാഗവാക്കാണ്. അപ്പം എക്കോ എന്ന് പറയുന്ന സംഘടന, എൻഹാൻസിങ് കമ്മ്യൂണിറ്റി ത്രൂ ഹാർമോണിയസ് ഔട്ട്റീച്ച്, ഈ സംഘടന നമുക്ക് നാട്ടിൽ 10 വീട് വെച്ച് കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടി വേറൊരു 10 ഭവനം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, കോട്ടയം ഡിസ്ട്രിക്റ്റ്, തൊടുപുഴ, ട്രിവാൻഡ്രം, എറണാകുളം, ഈ 5-6 സ്ഥലങ്ങളിൽ, ഡിസ്ട്രിക്റ്റുകളിൽ അങ്ങനെ 10 പലയിടത്തായിട്ട് 10 വീടുകൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു.
ഈ അടുത്ത സമയത്ത് വീണ്ടും ഇതുപോലെ ഒരു സഹായം എന്നോട് ആവശ്യപ്പെട്ടു. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് താക്കോൽ കൈമാറി നടത്തിയത്. ഇതുപോലെ ആ മനുഷ്യൻ്റെ ഹാർട്ട് പേഷ്യൻ്റാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഹാർട്ടിൻ്റെ വാൽവ് മാറ്റണമെന്ന് പറഞ്ഞു. അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത്, 2 പെൺമക്കളുമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നല്ല കണ്ടപേരുള്ള സുഹൃത്തിനോട് പറഞ്ഞു, നമുക്കിങ്ങനൊരു സഹായം ചെയ്യണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഹാഫ് എടുത്തോളാം. അങ്ങനെ അദ്ദേഹവും ഞാനും കൂടി ചേർത്ത് ഇപ്പോൾ ഒരു വീട് പൂർത്തീകരിച്ചു. ഇതുപോലെ വേറൊരു വീട് റാന്നി ഏരിയയിൽ 2 പെൺമക്കളുള്ളത്, പഠിക്കാൻ നല്ല അതിസാമർഥ്യമുള്ള കുട്ടികൾ. ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണം. അവരുടെയും വീട്, അവർക്ക് വീടില്ല, സ്ഥലം മാത്രമേ ഉള്ളൂ, 5 സെൻറ്റ് സ്ഥലം. 5 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ സഹായിച്ചു. അങ്ങനെ 6 വീട് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത്, എൻ്റെ സഹായം ചെയ്യുന്നത് എൻ്റെ ഭാര്യ ഷീല കൂടിയാണ്. ഭാര്യയുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പല മാർഗങ്ങളും ചെയ്യുന്നുണ്ട്. അവരോട് തന്നെ ഞാൻ ആവശ്യപ്പെടാറുണ്ട്, ഇങ്ങനെ പല ആവശ്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അവരുടെയും ചിലപ്പോൾ സാഹചര്യങ്ങളിൽ നമുക്ക് സഹായം കിട്ടാറുണ്ട്. സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ സഹായം ചില സമയത്ത് കിട്ടാറുണ്ട്. എന്നാലും അവരുടെ സഹായം കൊണ്ടും നമുക്ക് വേറെ, ഇപ്പം ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നപ്പോഴും അവരുടെ കുറച്ച് സഹായം കിട്ടി. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അടുത്ത പ്രോജക്റ്റിലേക്ക് മാറുകയാണ്. അടുത്ത പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആരംഭം ഇട്ട് കഴിഞ്ഞു. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഹാർട്ട്